മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഡോ വിജയ എന്ന് വിളിക്കാൻ ധൈര്യമുള്ള ഒരു നേതാവേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഇനി രാഷ്ട്രീയത്തിൽ എത്രത്തോളം നമ്മൾ വിധിക്കുന്നില്ല. കയ്യിലിരിപ്പ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് രാഷ്ട്രീയ ഭാവി എങ്ങനെയാകും എന്നുള്ള കോൺഗ്രസ് അടക്കം പുറത്താക്കി. അതുകൊണ്ട് നമുക്കറിയില്ല. ഇപ്പൊ സാർ പറയും പോലെ കോടതിയാണ് തീരുമാനിക്കുക. ഇനി കോടതി തീരുമാനിച്ച് പുറത്തു വന്നാലും പാർട്ടി തിരിച്ചെടുക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക എല്ലാവർക്കും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടാകും. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പിണറായിയുടെ പോലീസിനെ കൊണ്ട് അയാളുടെ രോമത്തിൽ പോലും തൊടാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് അയാളുടെ പക എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് വേണം എന്നെ കുറിച്ച് മോശം പറഞ്ഞോ, ഞാൻ പീഡനാണ്, ബലാത്സംഗ വീരനാണ്, ലൈംഗിക വൈകൃതക്കാരനാണ്, എന്ത് ആക്ഷേപം വേണമെങ്കിലും നിങ്ങൾ ആരെ വെച്ച് ഉന്നയിച്ചു. പക്ഷേ പിണറായിയുടെ പോലീസ് എന്റെ രോമത്തിൽ തൊടില്ല. ഇത് കൃത്യമായി ഇന്ന് വരെ ഇത് കൃത്യമായി പാലിക്കുകയാണ്, അല്ലെങ്കിൽ കൃത്യമായി അത് നടപ്പിലാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മറ്റൊന്ന്, രാഹുലിന് വേണ്ടി അകത്ത് കയറി, രാഹുലിന് ജാമ്യം കിട്ടി, അതായത് അറസ്റ്റ് നോട്ട് ടു അറസ്റ്റായി. പക്ഷെ രാഹുലിന് വേണ്ടി അകത്ത് കയറിയ രാഹുൽ ഈശ്വറിന്റെ അവസ്ഥ ഇപ്പൊ വളരെ ദയനീയമാണ്. ഇന്നലെ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു എന്ന് പറയുന്നു. ആരോഗ്യനില വഷളായി ആശുപത്രിയിലാണെന്ന്. അതായത് ഇയാൾ നിരന്തരം ഇത്തരത്തിൽ ഇരകളെ അധിക്ഷേപിക്കുന്നത് കൊണ്ട് ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്നാണ് കോടതി അവസാനമായി കണ്ടെത്തിയത്. കോടതിയുടെ ചില വാദങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. കോടതിക്കെതിരെ പറയാൻ നമ്മൾ ആരുമല്ല, അതുകൊണ്ട് നമ്മൾ പറയുന്നുമില്ല. പക്ഷേ വേട്ടക്കാരനൊപ്പം ആരെങ്കിലും നിൽക്കണ്ടേ? കാരണം ഈ അജ്മൽ കസബിന് വക്കീലിനെ വെച്ചു കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയ്ക്ക് വക്കീലിനെ വെച്ച് ഇപ്പോഴും വെച്ചു കൊടുത്ത് അയാളുടെ കാര്യങ്ങൾ, അയാൾക്ക് പറയാനുള്ളത് കേൾക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ഒരു വേട്ടക്കാരന് വേണ്ടി വക്കീലുണ്ടായിരുന്നു. അപ്പോ ഒരു എന്താ പറയുക, ഒരു വേട്ടക്കാരന് വേണ്ടി പറയാനും ഇവിടെ ആളുകൾ വേണ്ടേ? ഇരയ്ക്കൊപ്പം മാത്രം മതിയോ? പോരാ, തീർച്ചയായിട്ടും പോരാ. ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന വേട്ടക്കാരൻ രക്ഷപ്പെട്ടു, അറസ്റ്റ് ഒഴിവാക്കി. ഒരു കേസിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ പോലീസുകാരൊക്കെ ഇപ്പോൾ അവിടെ ലാത്തിയും ഇതുണ്ടല്ലോ കയ്യിലിടാനുള്ള കയ്യാമം, കൈവിലങ്ങ് ഒക്കെ ആയിട്ട് പോയതാണ്. ഇങ്ങനെ ഒരു പ്രതിയെ കൊണ്ടുവരുന്നത് പോലെ കള്ളന്മാരെയും മോഷ്ടാക്കളെയും ബലാത്സംഗക്കാരെയും കുട്ടികളെ പീഡിപ്പിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തയ്യാറെടുത്ത് ഇങ്ങനെ പോയിപ്പോൾ കൊണ്ടുവന്ന് ഫോട്ടോയിലും ഒക്കെ കാണിച്ചാൽ ഞങ്ങൾ പിടിച്ചോണ്ട് വരുന്നത് കാണാമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ആ വിലങ്ങൾ ഇപ്പൊ സ്വന്തം കൈകളിൽ തന്നെ ഇട്ടുകൊണ്ട് അത് അവരെ നിഷ്കർമ്മമായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ്, നിഷ്ക്രിയരായിട്ടും ഇരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് വേട്ടക്കാരൻ രക്ഷപ്പെട്ടു. പക്ഷെ വേട്ടക്കാരന് വേണ്ടി വാദിക്കാൻ പോയ, അടിയൻ രക്ഷിപ്പോന്നും പറഞ്ഞു പോയ ആളിപ്പോ ജയിലിനകത്ത്, പൂജപ്പുര സെന്ററിലാണ് ജയിലിനകത്ത് കിടക്കും. ആശുപത്രിയിൽ ഞായറാഴ്ച ആയതുകൊണ്ട്, അല്ല ആശുപത്രിയിൽ തിരിച്ചു ഇങ്ങോട്ടേ കൊണ്ടുവന്നു, പരിശോധിക്കാൻ കൊണ്ടുപോയതാ. അത് കോടതി പറഞ്ഞു നോക്കാൻ വളരെ രസം. അതിലേക്ക് നമുക്ക് വരുന്നത് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് ഒരു പാട്ട് പാടാൻ പോവാണ്. സാഹസപ്പെട്ടൊരു പാട്ട്. കുറച്ച് ഒരു മിനിറ്റ് ഒന്ന് സഹിച്ചോളൂ. ആരാധകരെവിടെ ഇന്നു നിന്റെ അന്തഃപുരമെവിടെ. യേശുദാസ് പാട്ടിയ മനോഹരമായ പാട്ടാണ്. അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷേ ആ സാരസ്യം, ആ ഗാനത്തിന്റെ സാരസ്യം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ രാഹുൽ ഈശ്വരൻ. എന്താണെന്നറിയാമോ? വളരെ വലിയൊരു ഐക്കോൺ അല്ലായിരുന്നു അദ്ദേഹം, ആരാധനാ വിഗ്രഹം. ഈ പാട്ട് തുടങ്ങുന്നതിന് ആരാധനാ വിഗ്രഹമേ എന്ന് പറഞ്ഞ ഈ പാട്ട് തുടങ്ങുന്നത്. ആരാധനാ വിഗ്രഹമായിരുന്നു. കേരളത്തിലെ യുവജനങ്ങളുടെ ഐക്കോൺ ആയിട്ടിരുന്ന ആളാണ്. ഇന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. അവിടെയൊക്കെ ചെന്ന് പിടിവാശിയൊക്കെ കാണിച്ചു. ഞാനിപ്പോൾ ആഹാരം കഴിക്കുന്നു. ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്ന കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ആരാധകരെല്ലാം കൂടെ ഇളകി മറിഞ്ഞ് ജയിലിന് മുമ്പിൽ പ്രതിരോധവും ഉപരോധവും സൃഷ്ടിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ട് വെളിയിലോട്ട് പോകും. ഇമ്രാൻ ഖാനെ കാണാൻ തെഹ്രീക്ക് താലിബാനും ഒക്കെ പോയതുപോലെ ഇറക്കിക്കൊണ്ട് വരുമെന്നാണ് അവർ വിചാരിച്ചത്. അദ്ദേഹത്തിന് ഇപ്പം മനസ്സിലായി ഈ ആരാധനയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇനി അന്ത്യചർച്ചയ്ക്ക് പോകുമെന്ന് പോലും സംശയം. ഇത് വെറും പൊള്ളയാണെന്ന് ഇപ്പം മനസ്സിലായി. കാരണം അത് കണ്ടുകൊണ്ട് ചിലർ ഇങ്ങനെ ആസ്വദിക്കുമെന്നല്ലാതെ ഒരൊറ്റ ആള്, അദ്ദേഹത്തിന്റെ ഭാവം ഭാര്യ ദീപ രാഹുലീശ്വർ ഒറ്റ ആളുമില്ലായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇത് തന്നെയാണ് രാഹുലീശ്വരും പറയുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇപ്പം ആരാ തെറ്റ് ചെയ്തത്? ഇപ്പം നമ്മളാണെന്ന് തോന്നും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തെറ്റുകാരായിട്ട് വരികയാണ്. ഈ വാർത്ത കൊടുത്ത ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇനിയും പിടിച്ച് പൊക്കാൻ തുടങ്ങും. അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വിധികർത്താക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. രതിവൈകൃതമാണ്
വിധിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി. അതുപോലെ തന്നെ ഒളിവിലാണെന്ന് വിധിച്ചു കഴിഞ്ഞു സുജയ പാർവതി. ഒളിവിലോ തെളിവിലോ, ഒളിവിലാണെന്നുള്ളതിന് എന്താ തെളിവാണുള്ളത്? വക്കീൽ ചോദിച്ചു, ശരിയാത് ഒളിവിനാണെന്നുള്ളതിന് തെളിവാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിക്കൂടെ, സ്വകാര്യ മുറിയിലായിക്കൂടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തോട്ട് അദ്ദേഹം പോയതായിക്കൂടെ? സഞ്ചാര സ്വാതന്ത്ര്യമല്ലേ മനുഷ്യൻ? ഇതാണ് എസ് രാജീവ് ചോദിക്കുന്നത്. എല്ലാം കൂടെ എനിക്ക് തലയ്ക്ക് വട്ട് പിടിച്ചപ്പോൾ തന്നെ ഇപ്പോൾ എന്താണ് സത്യസ്ഥിതി എന്നറിയാൻ ഈ 15-ാം തീയതി വരെ നമ്മൾ കാക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അന്തിച്ചർച്ചയിൽ ഇരുന്നു കൊണ്ട് ഘോഷഘോഷം മുഴക്കുമ്പോൾ ആ പറയുന്ന വാക്കിൻ്റെ അർത്ഥം കൂടി ഒന്ന് ഗ്രഹിച്ചിട്ട് വേണം വർത്തമാനം. ഫേസ്ബുക്കിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ പറയുന്നത് ഈ രാജ്യത്തെ നിയമത്തിൻ്റെ ഒരു ലംഘനമാണോ എന്ന് കൂടി ഓർക്കണം. ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു വാക്കും പറയാനില്ല. ആ സ്ത്രീ കുറ്റക്കാരിയാണെന്ന് പറയാറായിട്ടല്ലോ നമ്മൾ. കോടതി വിധിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് രാഹുൽ ഈശ്വറും അങ്ങനെ പറയാൻ പാടില്ല. ഇയാളാരായത് പറയാൻ? ആണ് രാഹുൽ ഈശ്വർ ജഡ്ജി ചെയ്യാൻ തുടങ്ങിയ പെൺകുട്ടിയെ അപ്പോഴാണ് അറസ്റ്റിലായത്. അതുപോലെ തന്നെ പിണറായി വിജയനും രതി വൈകൃതമാണെന്ന് ഇദ്ദേഹത്തിനെന്ന് പറഞ്ഞ പിണറായി വിജയനും ഇതിന് ആണുങ്ങളെ അധിക്ഷേപിക്കാം, സ്ത്രീകളെ അധിക്ഷേപിക്കില്ലെന്ന് പറയുന്ന ആണുങ്ങളെ അധിക്ഷേപിക്കാവുന്നതാണോ? അതെന്താ? അവർ മനുഷ്യരല്ലേ? നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതല്ലേ ഡിഗ്നിറ്റി ഓഫ് ലൈഫ്, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം അദ്ദേഹമല്ലേ. ഈ തെറ്റുകളൊന്നും രാഹുൽ ഈശ്വർ ചെയ്തിട്ടില്ല എന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ ഈ രതി വൈകൃതം പറഞ്ഞ പിണറായി വിജയനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ? ഇത് ഭരണം ആർക്ക് വേണ്ടിയാ? പിണറായി വിജയന് വേണ്ടിയിട്ടാണോ? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? ഇത് ഭരണകൂടം, നീതിപീഠം അല്ലേ? അല്ല ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ? അവിടെ ഉള്ള പ്രതിനിധി മാത്രമാണ് ഇരിക്കുന്ന ആൾ എന്ന് പറയുന്നത്, സേവകൻ മാത്രമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ പേര് സേവാഭവൻ എന്ന് മാറ്റിയത്. സേവാഭവൻ എന്നാണ്. അല്ല ഞാൻ ഭരണകർത്താവ്, ഞാൻ എന്ന് പറയുന്ന രാജാവൊന്നും അല്ല. രാജാവ് നോക്കിങ്, അതാണ് ട്രംപിനെതിരെ അമേരിക്കയിലെ ജനങ്ങളും പറഞ്ഞു. നോക്കിങ്, യു ആർ നോക്കിങ്, യു ആർ നോ ജഡ്ജ്. അതും കൂടെ ഉണ്ട്. വിധി പറയരുത്. വിധി പറയാൻ വേറെ സംവിധാനം ഈ രാജ്യത്ത് നമ്മുടെ ഭരണഘടന ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാർക്ക് വേണ്ടിയിട്ടാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതാണ് സുപ്രീം കോടതിക്കും സുപ്രീമായിട്ടുള്ളത് നമ്മളാണ്, ജനങ്ങളാണ്. നമുക്ക് വേണ്ടിയാണ് ഈ സുപ്രീം കോടതി. വി ദ പീപ്പിൾ ആർ ദി ജഡ്ജസ്. അൾട്ടിമേറ്റ്ലി വി ദ പീപ്പിൾ ആർ ദി ജഡ്ജസ്. അത് തന്നെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് സുപ്രീം കോടതി, പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ആക്ടിവിസം എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. സത്യം അറിഞ്ഞിട്ട് വേണം. അല്ലെങ്കിൽ CPM പോലൊരു പാർട്ടി ആയിരിക്കണം, അതിന് നല്ല മെഷീനറി ഉണ്ട്. ഇതിലും കുറ്റം ചെയ്തു കഴിഞ്ഞാലും അതിനെ സംരക്ഷിക്കാൻ കരുത്തുറ്റ മെഷീനറി വേണം. അതില്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന തമ്മിത്തല്ലികളുടെ ഒരു പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് ഇമാതിരി തെറ്റ് കാണിച്ചാൽ അവൻ പുറത്തു പോകും. അവനെ എങ്ങനെ ഒതുക്കാം? ഒരു നേതാവിനെ ഒതുക്കി കിട്ടുമല്ലോ, ആ ചാൻസിൽ എനിക്കും കൂടെ ആകാമല്ലോ എന്നൊരു വിചാരമായിരിക്കും വരുന്നത്. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. CPM-ൽ ഇതിനേക്കാൾ കുറ്റം ചെയ്ത ആൾക്കാരൊക്കെ സുഖമായിട്ട് വാഴുന്നു. പാർട്ടി മെഷീനറി പറയുക ഇവർ കുറ്റം ചെയ്തിട്ടില്ല. പിന്നെ വലിയ കേസിന് പോയി കഴിഞ്ഞാൽ അവിടെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായിട്ട് അണികൾ ചെല്ലും. അവിടെ ഒരു അഭിപ്രായ വ്യത്യാസവും വരില്ല. എല്ലാം ഒറ്റക്കെട്ടും നമ്മുടെ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ്, തെറ്റ് ചെയ്താൽ ഇയാളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും മഹത്തായ ഒരു ദൗത്യം. കേഡറുകൾ തെറ്റ് ചെയ്താൽ അത് തെറ്റല്ല എന്നുള്ളതാണ്. ആൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്നുള്ളത് തന്നെ. അവരൊരിക്കലും തെറ്റ് ചെയ്യില്ല, കാരണം അവർ ഞങ്ങളുടെ പാർട്ടിക്കാരാണ്. ഈ ഒരു കോൺസെപ്റ്റ് എനിക്കിപ്പോൾ തോന്നുന്നത് രാഹുൽ ഈശ്വറും രാഹുലും ഒക്കെ ഇനിയും പതുക്കെ CPM-ലേക്ക് പോകും. അവർക്ക് മനസ്സിലായി തുടങ്ങി. കാരണം രക്ഷിക്കാനുള്ള പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്, ശിക്ഷിക്കാനുള്ള പാർട്ടിയാണ് ഈ കോൺഗ്രസ്. അതിലിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പെട്ടുപോകും, രക്ഷിക്കാൻ അവർ വരികയില്ല. ഒരു രക്ഷയില്ല ആ പാർട്ടിയിലിരുന്നാൽ. അന്തിമമായിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. മിക്കവാറും ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത രാഷ്ട്രീയ അവതാരം CPM-കാരനായിരിക്കും. അവിടെ അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കും. മിക്കവാറും ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി മാറ്റുമെന്നുള്ള, കാരണം ജയകുമാർ ഇപ്പോൾ IMG-യിലല്ലേ, പുള്ളിക്ക് ആ താല്പര്യം അവിടെ തിരുവനന്തപുരത്ത് പോയി സുഖമായിട്ട് അവിടെ ഇരിക്കാനായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് മിക്കവാറും വരാൻ പറ്റിയ ആൾ തന്നെ അല്ലേ? നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് കൂട്ടായിട്ട് അവിടെ ഇരിക്കട്ടെ അല്ലേ?